ഇനി കോഴിക്കോട്ടേക്കാണ് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്ന് കാലിക്കറ്റ് സർവകലാശാല VC നിയമന അഭിമുഖം നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായി തയ്യാറാക്കിയ ലിസ്റ്റുണ്ട്. ഇത് പ്രകാരമാണ് ഈ അഭിമുഖം നടക്കുക. എങ്ങനെയാകും, എപ്പോഴായിരിക്കും ഈ അഭിമുഖം ആരംഭിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഫസർമാരും ഒരിക്കലെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനമാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി തിരുവനന്തപുരത്താണ് ഈ അഭിമുഖം സംഘടിപ്പിക്കുന്നത്. 37 അപേക്ഷകരെയാണ് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG സർവകലാശാലകളിലെ സീനിയർ പ്രൊഫസർമാരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ഈ അപേക്ഷകരായി എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലിക്കറ്റ് അങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അപേക്ഷകർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ലോക് ഭവൻ ലൈസൺ ഓഫീസർക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. UGC നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി സമർപ്പിക്കുന്ന 3 മുതൽ 5 വരെയുള്ള പേരുകളടങ്ങിയ പാനലിൽ നിന്ന് ഗവർണർ ആണ് VCയെ തിരഞ്ഞെടുക്കുക. ഇതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 4ഇടത്ത് സ്ഥിരം വൈസ് ചാൻസലർമാരാകും. 4ഇടങ്ങളിൽ ഈ കാലിക്കറ്റ് VCമാർ എല്ലാ കാലത്തും നമുക്കറിയാം പലതരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ അകപ്പെടാറുണ്ട്. അപ്പോൾ ആരായിരിക്കും കാലിക്കറ്റിലെ പുതിയ VC എന്നുള്ളത് വളരെ ആകാംക്ഷ നിറയുന്ന ഒരു കാര്യവുമാണ്. പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.